കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നും ആ നിലയിലുള്ള പ്രസ്താവന നടത്തുന്നതല്ല. സലാമിൻ്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. സലാമിന് മറുപടിയും കൊടുക്കുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, പി എൻ ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി ചെയർമാനാണ്. അതിൻ്റെ യോഗം ആദ്യം ചേർന്നിട്ടില്ല. അത് കൂടി തീരുമാനിച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകും. എപ്പോഴത്തേക്ക് അയക്കാനാണ് മിനിസ്റ്റർ ആലോചിക്കുന്നത്? കേന്ദ്രത്തിന് ക്യാബിനറ്റ് കഴിഞ്ഞേയുള്ളൂ. അതിനിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ഫണ്ട് തടഞ്ഞു, ആ ഫണ്ടിന് കിട്ടില്ല എന്ന തരത്തിലേക്ക് പ്രചരണമുണ്ട്. അത് ആ ഫണ്ടിന് എന്തെങ്കിലും ഹോപ്പ് വെക്കണോ? ഇനി പ്രചരണം മാത്രമാണ്. ഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. SSKയുടെ ഫണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇനി കേന്ദ്രമന്ത്രി ഒരിക്കൽ കൂടി കാണുന്നുണ്ടോ? ഞാൻ 10-ാം തീയതി അവിടെ ലേബർ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിലുണ്ട്. അന്ന് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. അന്നൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കാം. അന്നൊരു കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ധീരജ് സാഹു IAS നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? വളരെ പോസിറ്റീവാണ്. SSK ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് സാധാരണഗതിയിലുള്ള ഒരു പ്രോസസ്സാണ്. എത്രയും വർഷക്കാലമായിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടല്ലോ. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അതിന് മുഖ്യമന്ത്രിയെ കണ്ട് ചോദിക്കും. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നും ആ നിലയിലുള്ള പ്രസ്താവന നടത്തുന്നതല്ല. സലാമിൻ്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. സലാമിന് മറുപടിയും കൊടുക്കുന്നില്ല. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നലത്തെ പരിപാടിയെക്കുറിച്ചും അതിൻ്റെ തുടർച്ചയായിട്ടുമൊക്കെ വലിയ ആരോപണമെന്നുള്ള ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു വലിയ ആരോപണമില്ല. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ പങ്കെടുത്തത്. പിന്നെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. കേരളം ഇന്ത്യക്ക് മാതൃകയായി മാറിയിരിക്കുകയാണ്. ഞങ്ങളൊരു വ്യക്തിപരമായ ഒരു ഹാപ്പി അൺഹാപ്പി എന്നുള്ള പ്രശ്നമില്ലല്ലോ. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും. അത്രയേ ഉള്ളൂ. അത് വേറെ പ്രശ്നമൊന്നുമില്ല.